ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു കിടിലെ ഒരു ഐറ്റമായിട്ട് വന്നിരിക്കുന്നത്. ആ ഐറ്റം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതിനെ നമുക്ക് പറിക്കാനായിട്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ നാടൻ ഏത്തവാഴയുടെ കൂമ്പ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട്. അതിനെ നമുക്ക് പറിക്കാനായിട്ട് പോകാം. പറിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റിൽ ബെല്ലും അടിച്ചേക്കണേ. നമുക്ക് അതിനെ പറിക്കാനായിട്ട് പോകും. ഇവരാണ് നമ്മുടെ ഐറ്റം. ഇവരെ നമുക്ക് ഏണിപ്പുറത്ത് കയറി പറിച്ചെടുക്കാം. താഴെ പോയി ഇതാണ് താരം. ഇവരെ നമുക്ക് വൃത്തിയായിട്ട് കഴുകി ഒരു പീസാക്കിക്കൊണ്ട് വരാം. നല്ലപോലെ വൃത്തിയാക്കി കഴുകായി. ഇതിൻ്റെ കറ കളയാനായിട്ട് ഇവിടെ അങ്ങ് ചെത്തിക്കളയാം. ഒന്നുകൂടെ കഴുകിയെടുക്കും. ഇവനെ നമുക്ക് ചെറിയ പീസായിട്ട് കൊത്തി അരിയാം. ചെറിയ പീസായിട്ട്. കൂമ്പെന്ന് പറയാൻ നാടൻ ഐറ്റമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിനൊക്കെ നല്ലതാണ് ഇത്. കൂമ്പെന്ന് പറഞ്ഞാൽ കുടലിൻ്റെ അസുഖത്തിനും എല്ലാ ഐറ്റത്തിനും നല്ല ഇത്. കൂമ്പും പിണ്ടിയും ഒക്കെ. ലാസ്റ്റ് ഭാഗം നമ്മൾ കൂമ്പ് അരിഞ്ഞ് കഴിയാറായി. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്, കറയൊക്കെ ഒന്ന് പോകാനായിട്ട്. അതിൻ്റെയൊക്കെ ആരും ഇതിൻ്റെ അകത്തൊരു നൂല് പോലൊക്കെ ഉണ്ട്, അതൊന്ന് പോകാനായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് ഇവനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് നമുക്ക് കുറച്ച് പയർ വേണം, ചെറുപയർ. അവനും കൂടെ നമുക്ക് അടുത്ത് കഴുകിയെടുത്ത് വെക്കാം. രണ്ടു പ്രാവശ്യം വൃത്തിയായിട്ട് ഇവനെ കഴുകിയെടുക്കാം. ചെറുപയർ നമ്മൾ കഴുകി കഴിഞ്ഞു. ഇതിനെ വേവിക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേകാനായിട്ട്. വെള്ളം ഒഴിച്ചു വെക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളൊരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരണ്ടി എടുത്തുണ്ട്. ഒരു തേങ്ങ ആണ്. ഒരു 3 പച്ചമുളക് അതിൻ്റെ കൂടെ ഇടുവാണ്. 4 ചെറിയ ഉള്ളി എടുത്തിടുവാണ്. 5-8 കൊച്ചുള്ളി എടുത്തിടുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. 1/2 ടീസ്പൂണ് ജീരകം ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പും പൊടിയും കൂടി ഇടാം. ഇവനെ നമുക്ക് ചതച്ചുകൊണ്ട് വരാം. പിന്നെ നമുക്ക് ബന്ധം നോക്കാം. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് താളിക്കാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ടു. പൊട്ടട്ട് കടുക്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി കൂടെ ആയിരിക്കും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ശകലം കരിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴലട്ടെ. സവള ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ ചതച്ച് വെച്ച് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കാലാവസ്ഥ ഇത്തിരി മോശമാണ്. ഭയങ്കര വെയിലാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് ഭയങ്കര വെയിലാണ്. നല്ല വെടിക്കെട്ട് വെയിലാണ്. തേങ്ങ ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. കൂമ്പരിഞ്ഞതിനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. തേങ്ങയുടെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ച് ആ പയറും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല മണം. ആ പയറും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേന്, തേങ്ങയൊക്കെ ഒന്ന് മുരിച്ചപ്പോഴത്തേന് നല്ല മണം.
വേകാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. നമുക്കിവനെ റെഡി ആയെന്ന് നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ തോരനെ. ഇവനെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനമാണ്, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം, അടിച്ച് പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ സൂപ്പർ ഐറ്റം ഇത്. ആ ചെറുപയറും കൂമ്പും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ തേങ്ങായും ആ മുളകൊക്കെ കറക്റ്റ് ചേരുവയാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ഐറ്റം ആയിട്ടുണ്ട്. നല്ല നല്ല വെള്ള ചോറിൻ്റെ കൂടെ നല്ല ഔഷധ ഗുണമാണ് ഈ കൂമ്പെന്ന് പറയുന്ന സാധനം. ചെറുപയറും ഔഷധ ഗുണമാണ്. ഇത് നിങ്ങളെല്ലാവരും ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും കൂമ്പ് കിട്ടുവാണ് എവിടുന്നേലും ഒക്കെ അടിച്ചു മാറ്റി നിങ്ങൾ കറി തോരൻ വെച്ചോണം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കണേ. അടുത്ത വീഡിയോയ്ക്ക് കാണാം.